ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും പാർട്ട് 2 തായ്ലാൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ പാർട്ട് 1 കണ്ടതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കാണ് പോകുന്നത്. പട്ടായയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെല്ലാം ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ ഒരു ടൈഗർ പാർക്കും പിന്നെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റുമാണ് ഇന്നത്തെ നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടുത്തെ എൻട്രി ഫീയും പിന്നെ ടൈഗറിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോഷൂട്ടും എല്ലാം നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡിംഗ് ആണ്. അങ്ങനെ ടൈഗറിനെ കാണാനും ടൈഗർ ഷോയും ക്രോക്കഡൈൽ ഷോയും അങ്ങനെ എല്ലാം കാണാനും ഞങ്ങൾ ബഗ്ഗിയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമേ തന്നെ ടൈഗറിന്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ പോയി. ടൈഗറിനെ കണ്ടപ്പോൾ ഒന്ന് ബാക്ക് അടിച്ചു. അത്രയ്ക്ക് വലിയ ഒരു ബിഗ് ടൈഗർ ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്. എന്നാലും ആദ്യം ഇവന്മാരൊന്നും പോവാതെ എന്നെ തന്നെ ആദ്യം പറഞ്ഞു വിട്ടു. ഞാൻ തന്നെ പിന്നെ ആദ്യം കയറിയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെ ട്രെയിനേഴ്സിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ നിന്ന് ആ ടൈഗറിന്റെ കൂടെ നിന്ന് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് പേടിയൊക്കെ മാറി. പിന്നെ അവന്മാർ രണ്ടുപേരും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിനെ തൊട്ട് അന്ന് ഹാപ്പി ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഫോട്ടോഷൂട്ടൊക്കെ വന്നിട്ട് ഈ ബിഗ് ടൈഗർ മാത്രമല്ല, ഒരുപാട് ടൈഗേഴ്സ് ഉണ്ട്. ബേബി ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്, വൈറ്റ് ടൈഗർ ഉണ്ട്, ക്രോക്കഡൈൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോ ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഒരു ടൈഗർ ടോപ്പിയയിൽ നമുക്ക് വരാം, വന്ന് എൻജോയ് ചെയ്യാം, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ടൈഗറിന് ഫീഡിങ് ചെയ്യുന്ന ഒരു ഇതാണ്. 200 ബാത്ത് എന്നാണ് അതിന് നമുക്ക് ഫീസ് അവർ ഈടാക്കുന്നത്. ഇപ്പം ഞങ്ങൾ 3 പേരും ഇതിന് തന്നെ ഗൺ ഷോട്ട് വെച്ച് അതിൻ്റെ ഫീഡിങ് അതിൽ ഹാങ്ങിങ് ചെയ്ത് കാണും. അതിലേക്ക് ഗൺ ഷോട്ട് ചെയ്ത് ആ ഫീഡിങ്ങിനെ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈഗറിന് ഫീഡിങ് കിട്ടുന്ന അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഞങ്ങൾ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അതിന് ഫീഡിംഗ് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് അവസാനം ആർഷവ് ഒരെണ്ണം ഷൂട്ട് ചെയ്തതിൽ ഒരു ഫീഡിങ് അതിന് കിട്ടി. അങ്ങനെ അത് കൊണ്ടിട്ട് അത് ഹാപ്പിയായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ ബേബി ലയണിനെ കാണാൻ വന്നു. ബേബി ലയനും ബേബി ടൈഗറും എല്ലാം ഉണ്ട്. ആ കൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഫോട്ടോഷൂട്ടും അതിൻ്റെ കൂടെ നിന്ന് നമുക്ക് കളിക്കാനും എല്ലാം പറ്റും. ഒരു കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു
ഒരു ബേബി ടൈഗർ ആയിരുന്നു ഞാൻ അവിടെ കണ്ടത്. പിന്നെ അതുകൂടാതെ തന്നെ കൂൺ എന്ന് പറഞ്ഞ ഒരു അനിമലാണ് അവിടെ. അത് ഭയങ്കര ആക്റ്റീവ് ആണ് അവിടെ വന്നിട്ട്. അതിനി നമുക്ക് കയ്യിലെടുത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് ക്രോക്കഡൈൽ ഷോയ്ക്ക് ഞങ്ങൾക്ക് പോകുന്നത്. ക്രോക്കഡൈൽ ഷോ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തെ ഞാൻ ഒരു തായ്ലാൻഡ് ട്രിപ്പിൽ വന്നപ്പം ക്രോക്കഡൈൽ ഷോ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ ക്രോക്കഡൈൽ ഷോ ഒന്ന് വ്യത്യസ്തമായിട്ടുണ്ടായത് കൊണ്ടാണ് ഈ ടൈഗർ പാർക്ക് ഞാൻ സെലക്ട് ചെയ്തത്. ആദ്യം ഞാൻ പോയത് ടൈഗർ പാർക്ക് വേറെയായിരുന്നു. ഇത് ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബാങ്കോക്കിൽ തന്നെ 2 ടൈഗർ പാർക്ക് ഉണ്ട് നമുക്ക്. ഇത് ഞാൻ അന്ന് പോയതല്ല, ഇത് വേറെ സ്ഥലമാണ് ടൈഗർ ടോപ്പിയ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ക്രോക്കഡൈൽ ഷോ കാണാൻ വേണ്ടി സീറ്റിങ്ങിലൊക്കെ എല്ലാം സെറ്റായി ഇരുന്ന് കഴിഞ്ഞു. അപ്പോഴേക്കും ഒരു അനൗൺസ്മെന്റ്, ക്രോക്കഡൈൽ ഷോ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ ട്രെയിനേഴ്സ് പുള്ളിക്കാരന് വന്നു. പുള്ളിക്കാരൻ കൂളായിട്ടാണ് അവിടെ ആ ക്രോക്കഡൈലിന്റെ ഒരു 4-5 ക്രോക്കഡൈൽ ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് മറ്റേ ടോയ്സിനൊക്കെ എടുക്കുന്ന പോലെയാണ് ക്രോക്കഡൈൽ വന്നിട്ട് അവരെ എടുത്ത് അവര് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ എല്ലാവർക്കും ക്രോക്കഡൈൽ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഈ ടൈഗർ ടോപ്പിയയിലാണ് ഈ ക്രോക്കഡൈൽ ഷോയും ടൈഗർ ഷോയും ഉള്ളത്. ടൈഗർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനത്തെ ഈ ഷോയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ബേബി ടൈഗർ, ബിഗ് ടൈഗർ, സ്മോൾ ടൈഗർ, മീഡിയം ടൈഗർ, ഇങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ടൈഗേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് മാത്രമുള്ള പ്ലേസ് ആണ് ടൈഗർ പാർക്ക് എന്നുള്ളത്. പക്ഷേ ഈ ടൈഗർ ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനത്തെ ടൈഗർ ഷോയും ക്രോക്കഡൈൽ ഷോയും ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത്. എന്തായാലും നിങ്ങൾ തായ്ലാൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് നിങ്ങളുടെ ലിസ്റ്റിലേക്ക് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ആ ടൈം എത്തിയിട്ടുണ്ട്. ടൈഗർ ഷോ ആണ്. ഞാൻ ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് വന്ന ഒരു ഇതാണ്.
അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും അടുത്ത പുതിയ വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആശി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.